ഹേ ഗൈസ്, ബസുക്ക കണ്ടു. സ്റ്റൈലിഷ് മൂവി, യാതൊരു സംശയമില്ല. വലിയ വൗ ഫാക്ടറുള്ള കഥയൊന്നുമല്ല. ഇറ്റ്സ് എ ഹേസ്റ്റ് മൂവി ആൻഡ് ഗെയിമിംഗ് ഹേസ്റ്റ് കൊളാബ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. ഡീനോ ഡെന്നീസ്, കലൂർ ഡെന്നീസ് സാറിൻ്റെ മകൻ. ഫസ്റ്റ് ഡയറക്ഷൻ, ഫസ്റ്റ് ആൻഡ് പുള്ളിയുടെ തന്നെ സ്റ്റോറി. സോ എക്സ്പീരിയൻസ് കുറവുള്ളത് കാണാനുണ്ട്. പക്ഷേ ഫസ്റ്റ് പടമാണ്. സോ നോട്ട് ഇൻ എക്സ്പീരിയൻസ്ഡ് ഡയറക്ടർ. സോ അതിൻ്റെ ആയിട്ടുള്ള കുറവുകളുണ്ടെങ്കിലും നൈസായിട്ട് പടം കാണിച്ചിട്ടുണ്ട്. മമ്മൂക്കി അത്യാവശ്യം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്പോയിലർ ഞാനോട് പറയുന്നില്ല. മമ്മൂക്കയുടെ ഡിഫറെൻറ്റ് ഗെറ്റപ്സ്, ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആൻഡ് നടത്തം ഒരു രക്ഷയില്ല. മലയാളം ഇന്ത്യൻ സിനിമയിലെ ക്ലാസിക് ഗെറ്റപ്പും മോഡേൺ ഗെറ്റപ്പും ഒരുപോലെ ചേരുന്ന ഒരു ആക്ടർ അത് മമ്മൂക്ക തന്നെയായിരിക്കും, യാതൊരു സംശയമില്ല. ഈ മോഡേൺ ലുക്കിൽ അങ്ങ് തകർക്കുവാണ്, ഒരു രക്ഷയില്ല. ക്ലാസിക് ലുക്ക് ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതും അടിപൊളിയാണ്. സോ ഈ പടത്തിൻ്റെ ലാസ്റ്റ് ഒരു 20-25 മിനിറ്റ്സ് ഉണ്ട്. അതാണ് ഈ പടത്തിൻ്റെ മെയിൻ ടേണിങ്. അതും ഒരു പടം ഇങ്ങനെ ചെറിയ ലാഗോടുകൂടി അല്ലാതെ ഇടയ്ക്ക് സ്റ്റൺസും ഒക്കെ ആയിട്ട് പല ഡിഫറെൻറ്റ് ഗെറ്റപ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, കുറേ ഹേസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് 20-25 മിനിറ്റ്സ് ഒരു രക്ഷയില്ലാത്ത മമ്മൂക്കയുടെ വൺ മാൻ ഷോ എന്ന് വേണമെങ്കിൽ പറയാം, മെഗാസ്റ്റാറിൻ്റെ ഷോ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടറിൽ ഈ ഒരു സിനിമ കിട്ടിയതെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി, വേറെ ലെവൽ പോലെ. ഈ ഒരു പടം കോടി ക്ലബിലൊന്നും പോകത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇറ്റ്സ് എ വൺ ടൈം വാച്ചബിൾ മൂവി, അങ്ങനെ ഞാൻ പറയാം. ഒരുപാട് ക്യാരക്ടേഴ്സ് അഭിനയിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ, ഗൗതം മേനോൻ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് അഭിനയിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ നൈസ് മൂവി, വൺ ടൈം വാച്ചബിൾ മൂവി. ആൻഡ് മമ്മൂക്ക ഒരുപാട് അത്ഭുതപ്പെടുത്തി ലാസ്റ്റ് 25 മിനിറ്റ്സ് ബൈ എ ക്യാരക്ടർ. 3 ക്യാരക്ടറുണ്ട്, നിങ്ങളെ പടം പോയി കാണുക. ആൻഡ് ദ ലാസ്റ്റ് ക്യാരക്ടർ ഒരു രക്ഷയില്ലാത്ത, അല്ലെങ്കിൽ കിടിലൻ ഗെറ്റപ്പ് ആൻഡ് വോക്കിംഗ് സ്റ്റൈൽ, ഡയലോഗ്സ്. ഈ ആക്ടർ എന്ന് പറയുന്ന അത് വീണ്ടും വീണ്ടും തെളിയിക്കണം. മനുഷ്യൻ എന്താ പറയണ്ടേ, ഒരു ഫയർ അതുണ്ട് എപ്പോഴും മമ്മൂക്ക. ഈ ഒരു പ്രായത്തിലും എന്താണ് അടിപൊളിയാണ്. അത് മാക്സിമം അത് മമ്മൂക്ക തന്നിട്ടുണ്ട്. ആക്ച്വലി മമ്മൂക്കയാണ് ഈ പടത്തിൻ്റെ ഒരു മെയിൻ. ഞാൻ പറയും, ഈ പടത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് വരുന്ന ഒരു പോർഷൻ ആയിരിക്കും. അതിനുശേഷമുള്ള പടങ്ങളും കണ്ടിരിക്കാം. ചെറിയ ലാഗൊക്കെ തുടക്കത്തിൽ തോന്നുമെങ്കിലും പക്ഷേ കണ്ടു പോകാം. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു സർപ്രൈസ് ഉണ്ട്, അതാണ് ഈ പടത്തിൻ്റെ ടേണിംഗ് പോയിൻറ്റ്. സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ടേണിംഗ് പോയിൻ്റാണ്. അവിടെയാണ് നമുക്ക് ഈ പടത്തിൻ്റെ ആ ഒരു പഞ്ച് കിട്ടുന്നത്. സോ ഇനിയും ഡിനോ ഡെന്നീസിൻ്റെ അടുത്ത പടം നല്ല അടിപൊളിയായിട്ട് പടമാണ്. പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്. അതിൻ്റെ എക്സ്പീരിയൻസിന് കുറവുണ്ടെങ്കിലും മമ്മൂക്കെ പോലുള്ള ഒരാൾ പുതിയ ഡയറക്ടേഴ്സിനൊക്കെ അവസരം കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ മമ്മൂക്കെ പോലുള്ളൊരു ആക്ടർ, മെഗാ സ്റ്റാർ അല്ലെങ്കിൽ നല്ലൊരു ആക്ടർ, അദ്ദേഹം പുതിയ പിള്ളേർക്കൊക്കെ ഒരുപാട് അവസരം കൊടുക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം അത്രയും റിസ്ക് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ പടത്തിൽ അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ആക്ടർ മാത്രമല്ല എല്ലാം തീരുമാനിക്കുന്നത്. പക്ഷേ പടം ഇറ്റ്സ് എ വൺ ടൈം വാച്ചബിൾ മൂവി, ഇറ്റ്സ് എ ആവറേജ് മൂവി. ബട്ട് കുറച്ച് സ്റ്റൈൽസ് എക്സ്പീരിയൻസ് ചെയ്യാം, ഡിഫറെൻറ്റ് ക്യാരക്ടറുകളെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇറ്റ്സ് എ ഓക്കെ മൂവിയാണ്. ആൻഡ് എല്ലാവരും പോയി പടം കാണുക, സ്പോയിലേഴ്സ് പറയുന്നില്ല. സോ കണ്ടിരിക്കാം. പൈസ മുതലായത് ലാസ്റ്റ് ഒരു 25-30 മിനിറ്റ്സ് ആണ്. അത് പറയാതിരിക്കാൻ വയ്യ, അത് നിങ്ങൾക്കും അത് മനസ്സിലാവും പടം കാണുമ്പോൾ. സോ എല്ലാവരും പോയി കാണും. കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ മോഹൻലാൽ ഫാൻസോ മമ്മൂട്ടി ഫാൻസോ ഒന്നുമില്ല കേട്ടോ ഗൈസ്. നല്ല പടം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പടമാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് പറയാം. തെറി പറയുകയോ അല്ലെങ്കിൽ മോശമായിട്ട് വരുന്നില്ല. ഇവിടെ ലാൽ ഫാൻസ് മമ്മൂട്ടി ഫാൻസ് തമ്മിൽ അടിപിടിക്കുമ്പോൾ അവർ തമ്മിൽ ഭയങ്കര ബന്ധമാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. ബസൂക്ക പോയി കാണുക. ബസൂക്ക ഇറ്റ്സ് എ വൺ ടൈം വാച്ചബിൾ മൂവി. ആൻഡ് മമ്മൂക്ക, എൻ്റെ പൊന്നോ, എനിക്കത് പറയാൻ വാക്കുകളില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് പറയാൻ ലാസ്റ്റത്തെ ആ 25 മിനിറ്റ്സിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം പടം ആ സീൻസ് എല്ലാം വരുമ്പോൾ നമുക്ക് ചാർജ് കയറും. അതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ എമിൽ സൈനിങ് ഓഫ്.